ജോർജ് പടിപ്പാറ കുമ്മനത്തിനോട് സംസാരിച്ചു. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹം തന്നെ മത്സരിക്കും എന്നൊക്കെയാണ് അറിയുന്നത്. താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും കുമ്മനത്തിന്റെ വാക്കുകളിൽ കൃത്യമായി തന്നെ നിഴലിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആത്മവിശ്വാസം തന്നെയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദേശീയ തലത്തിൽ BJP വളരെ 100% വിശ്വാസത്തോടെയാണ്, ഒരു ആശങ്കയുടെ നിഴൽ പോലും ഇല്ലാതെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒരു ആത്മവിശ്വാസത്തിനുള്ള സാധ്യത കേരളത്തിൽ BJPക്ക് ഇല്ലെങ്കിലും കുമ്മനത്തിന്റെ വാക്കുകളിൽ കേരളവും മോശമാകില്ല, അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ച വിജയം ഉണ്ടാകും. അതിന് കാരണമായിട്ട് അദ്ദേഹം നിരത്തുന്ന കാര്യങ്ങൾ, ഒന്ന് പ്രധാനമായിട്ടും രാമക്ഷേത്രം ആണ്. കേരളം രാമവികാരം വല്ലാതെ ഉൾക്കൊള്ളുന്നുണ്ട്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ സഞ്ചരിച്ച സ്ഥലമാണ് കേരളം. അതുകൊണ്ട് ആ രാമവികാരം തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായ വോട്ടായി മാറും എന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പക്ഷെ അത് എത്രത്തോളം 100% അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന് അനുസൃതമായ ഒരു വോട്ടിംഗ് കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇതിനേക്കാൾ അനുകൂലമായ സാഹചര്യമായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അന്ന് കേരളത്തെ നേരിട്ട് ബാധിക്കുന്ന കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളുടെ എല്ലാം ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ച ഒരു വികാരമായിരുന്നു അന്ന് ശബരിമല വികാരം. അപ്പോൾ അവിടെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ സുപ്രീം കോടതി വിധിയുടെ പേരിലാണെങ്കിൽ പോലും അത് ഹിന്ദു വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതാണ്, അവരുടെ വികാരങ്ങളെ വല്ലാതെ ഹർട്ട് ചെയ്യുന്നതാണ്. സർക്കാർ അനാവശ്യമായ ഒരു ആവേശം കാണിക്കുന്നു, ഒരു കടുംപിടുത്തം സൃഷ്ടിക്കുന്നു. അത് ഹിന്ദു വിശ്വാസികളെയും ഇതര മതവിശ്വാസികളെയും പോലും വല്ലാതെ സ്പർശിച്ചൊരു വിഷയമായിരുന്നു. എന്നിട്ട് പോലും BJP പ്രതീക്ഷിച്ച ഒരു വോട്ട് അവർക്ക് കിട്ടിയില്ല. മറിച്ച് ആ വികാരത്തിന്റെ നേട്ടം കൊയ്തത് UDF ആണെന്ന് നമുക്കറിയാം. 20ൽ 19 സീറ്റുകളും ആലപ്പുഴ ഒഴിച്ച എല്ലാ സീറ്റുകളും UDFന് കിട്ടി. അപ്പൊ ആ ഒരു സാഹചര്യം കൂടി നമ്മുടെ ഒരു പ്രീസിഡൻസ് ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതിനേക്കാൾ വലിയൊരു വികാരമായിട്ട് രാമക്ഷേത്രം മാറുമോ? ത്രേതായുഗത്തിലെ ശ്രീരാമന്റെ കേരളത്തിലൂടെയുള്ള യാത്രയെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അത് ശബരിമല വികാരം പോലെ അത്രയും തീവ്രമായ ഒരു വികാരം കേരളത്തിലെ ഹിന്ദു വിശ്വാസികൾക്കിടയിൽ സൃഷ്ടിക്കുമോ? അത് BJPക്ക് വലിയ വോട്ടായി മാറുമോ എന്ന കാര്യമൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. കുമ്മനം രാജശേഖരൻ ഒരു നല്ല നേതാവാണ്. അത് തിരുവനന്തപുരത്ത് വളരെ ഗംഭീരമായ ഫൈറ്റ് കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ്. വളരെ വിശ്വാസ്യതയും സ്വീകാര്യതയും അണികൾക്കിടയിൽ വല്ലാതെ ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. നല്ല നേതാവാണ്. വളരെ സിമ്പിളാണ്, വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന, ഏതാണ്ട് ഋഷി തുല്യമായിട്ടുള്ള ഒരു നിലപാടുകളൊക്കെയുള്ള അത്തരം ഒരു ജീവിത ശൈലിയുള്ള ആളൊക്കെ തന്നെയാണ്. ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ആ മഹത്വത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മേന്മയെ നമുക്ക് കുറച്ച് കാണിക്കാൻ പറ്റില്ല. പ്രശ്നം രാഷ്ട്രീയമാണ്. കേരളത്തിലെ മണ്ണ് എത്രത്തോളം BJP രാഷ്ട്രീയത്തിന് അനുകൂലമാണ്, എത്രത്തോളം കുമ്മനം രാജശേഖരനെ പോലുള്ള വലിയ വ്യക്തിത്വങ്ങളായാൽ പോലും ആ രാഷ്ട്രീയ തീർച്ചയായിട്ടും ശ്രീ ജോർജ് പടിപ്പാറ, തീർച്ചയായിട്ടും ശ്രീ N. ശ്രീകുമാർ, ഇതിനകത്ത് മറ്റൊരു